ദ ഡെയിലി ഹീൽ എന്ന ഈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ല്യൂക്കോറിയയാണ്. ല്യൂക്കോറിയ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെ അസ്ഥിസ്രാവമെന്നും അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്നും പൊതുവെ പറയപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. എന്താണ് ല്യൂക്കോറിയ? ല്യൂക്കോറിയ എന്ന് പറയുന്നത് സ്ത്രീകളുടെ യോനിയിൽ നിന്ന് വരുന്ന ഒരു തരം ഡിസ്ചാർജാണ്, അതായത് ഒരു തരം സ്രാവമാണ്. അപ്പോൾ ഇത് നോർമൽ ആവാം, അബ്നോർമൽ ആവാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊക്കെ കാറ്റഗറിയിൽ വരുമ്പോഴാണ് അത് നോർമൽ ആവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിൽ വരുമ്പോഴാണ് അത് അബ്നോർമൽ ആവുന്നത് എന്നാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് എങ്ങനെയാണ്, അതിൻ്റെ കളർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള കളറോ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് അബ്നോർമൽ ആണെങ്കിലോ നല്ല രീതിയിലുള്ള ഇച്ചിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒഫെൻസീവ് സ്മെല്ലുണ്ടാവും. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം. നോർമൽ ആണെങ്കിൽ, അതായത് നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവണമെന്നില്ല. ചില പർട്ടിക്കുലർ സമയത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാം. ഈ ഹോർമോണൽ ചേഞ്ച് നടക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ പ്രഗ്നൻസി ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ മെൻസ്ട്രുവേഷന് കുറച്ച് ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത്, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വെള്ളപ്പോക്ക് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. അത് വളരെ നോർമലാണ്. ചില ആളുകളിൽ മെഡിസിൻ്റെ എഫക്റ്റ് കാരണം, എന്തെങ്കിലും പ്രത്യേക മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാരണവും ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാവുന്നതാണ്. അതല്ലാതെ അബ്നോർമൽ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് അടുത്തത് നോക്കേണ്ടത്. അബ്നോർമൽ ആണെങ്കിൽ അതിൻ്റെ കളർ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരിക്കലും അത് വൈറ്റ് ആവണമെന്നില്ല. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസമുണ്ടാവാം. അതിൻ്റെ സ്മെല്ല്, ഭയങ്കരമായിട്ടുള്ള ഒഫെൻസീവ് സ്മെല്ലുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അബ്നോർമൽ ആയിട്ടുള്ള കളറാണ് യെല്ലോ, റെഡ്, ബ്രൗൺ, ഗ്രീൻ, ഗ്രേ, അല്ലെങ്കിൽ തൈര് പോലെ നമ്മുടെ കേർഡിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള ഒരു കേർഡിൻ്റെ സ്ട്രക്ചർ പോലെയുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാവാം. അതുപോലെയുള്ള ഡിസ്ചാർജൊക്കെ വരികയാണെങ്കിൽ അത് അബ്നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് അബ്നോർമലി ഇത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും പ്രധാനമായി ഏറ്റവും ഹൈജീനിക് ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, അല്ലെങ്കിൽ നമ്മുടെ യോനി ഭാഗം, അല്ലെങ്കിൽ വജൈനൽ പാർട്സ് ഒക്കെ. ബാക്ടീരിയ, ഈസ്റ്റ് എന്നീ ഇൻഫെക്ഷൻ കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട ഇൻഫെക്ഷനാണ് പാരസൈറ്റ് ആയിട്ടുള്ള ഒരു ട്രിച്ച് എന്നറിയപ്പെടുന്ന ട്രൈക്കോമോണിയാസിസ് എന്നറിയപ്പെടുന്ന ഒരു പാരസൈറ്റ്. ഈ പാരസൈറ്റ് കാരണം ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്, അല്ലെങ്കിൽ ഈ ഡിസ്ചാർജ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. സെക്ഷലി ആണ് ഇത് പൊതുവെ ട്രാൻസ്മിറ്റ് ആവുന്നത്. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെങ്കിലും അല്ലാതെ തന്നെ നമ്മളുടെ വെറ്റ് അണ്ടർ ഗാർമെൻസിലൂടെയും നമുക്ക് ഈ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ആ ഭാഗം, യോനി ഭാഗം എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കണം. ഇൻഫെക്ഷൻ കൂടാതെ ഡിസീസ് കണ്ടീഷൻ കാരണം ചില ഡിസീസ് കണ്ടീഷനിലും ഇതുപോലെയുള്ള അബ്നോർമൽ വൈറ്റ് ഡിസ്ചാർജ്, അബ്നോർമൽ ആയിട്ടുള്ള ല്യൂക്കോറിയ നമുക്ക് കാണപ്പെടാറുണ്ട്. അതായത് സെർവൈക്കൽ ക്യാൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെർവൈക്കൽ പോളിപ്പ് ആയിക്കോട്ടെ, വജൈനൽ ക്യാൻസർ ആയിക്കോട്ടെ, എന്നീ രോഗങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ അബ്നോർമൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കാണപ്പെടാറുണ്ട്. അബ്നോർമലായിട്ട് ഇങ്ങനെ ല്യൂക്കോറിയ ഉണ്ടാകുന്ന സമയത്ത് യൂറിനേഷനിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. യൂറിനേഷനിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഇച്ചിങ് അല്ലെങ്കിൽ ബേണിംഗ് ഉണ്ടാവാറുണ്ട്. യൂറിനേഷൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ലോവർ അബ്ഡോമിനിൽ ഉണ്ടാകുന്ന പെയിന്, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബേണിംഗ് സെൻസേഷൻ എന്നീ കാരണങ്ങളൊക്കെ ഈ വൈറ്റ് ഡിസ്ചാർജ്, അബ്നോർമൽ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് ല്യൂക്കോറിയക്ക്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സിംറ്റം സിമിലാരിറ്റി അനുസരിച്ച് പല പല മെഡിസിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ല്യൂക്കോറിയക്ക്. ബൊറാക്സ്, സെപ്പിയ, കാൽക്കേരിയ കാർബ്, ക്രിയോസോട്ട്, അങ്ങനെ കുറേ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇന്നത്തെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.